നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചതുപോലെ അത് മിലിട്ടറിയോ, ഗവൺമെന്റോ, രാഷ്ട്രീയ പാർട്ടികളോ, ഭൂപ്രകൃതിയോ ഒന്നുമല്ല. ഇതൊന്നും പോരാ എന്നല്ല, ഇതിനേക്കാൾ പവർഫുൾ ആയ ഒന്ന് നമ്മുടെ രാജ്യത്തിനുണ്ട്. മറ്റേത് രാജ്യവും കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന ഒന്ന്. നമ്മുടെ പോപ്പുലേഷൻ ആണിത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 147,63,00,000 ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്ത് എന്തും നടക്കും. എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കൂ, നമ്മളെല്ലാം തികഞ്ഞ രാജ്യസ്നേഹികളാണ്. ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചാൽ, യുദ്ധം വന്ന് ഇന്ത്യ എതിർ കൺട്രിയെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ഇന്ത്യ എവിടെയൊക്കെ മുന്നേറുന്നുവോ അതനുസരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കത്തി അമരും. ഇതാണോ ശരിക്കും രാജ്യസ്നേഹം? അതോ ഇതൊരു ഇമോഷണൽ കണക്ഷൻ മാത്രമാണോ? ഇന്ത്യയെ എത്ര വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാക്കി മാറ്റാനും അല്ല അതിനെ തളർത്താനും നമ്മൾ ജനങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയണം. അത് മറ്റ് രാജ്യക്കാർക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ വാഴുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെ എന്തൊക്കെ ചെയ്താലും കുറ്റം പറയുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ടൊന്നും ഈ പൊളിറ്റിക്കൽ വാറുകൾ കൊണ്ടൊന്നും നമ്മുടെ രാജ്യം രക്ഷപ്പെടാനേ പോകുന്നില്ല. ഇന്ത്യയെ ലോകത്തിന് നെറുകിലെത്തിക്കാൻ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഇതിൽ ഗവൺമെന്റ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യങ്ങളും അവസാനം വ്യക്തമാക്കുന്നുണ്ട്. എക്കണോമിക്സും ടാക്സേഷനും കുറച്ച് അറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായങ്ങളാണ് ഇനി പറയുന്ന പോയിന്റുകൾ. പോയിന്റ് നമ്പർ 1, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റെസ്പോൺസിബിൾ സ്പെൻഡിങ് ആണ്. അതായത് വിദേശ ബ്രാൻഡുകൾ ഒന്നും വാങ്ങരുത്, എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ കിട്ടുന്ന ബ്രാൻഡുകൾ വാങ്ങണം എന്നുള്ളതല്ല. പക്ഷേ ക്വാളിറ്റി ഉള്ള ഇന്ത്യൻ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ചാൻസ് കൊടുക്കാനും അത് വാങ്ങാനും പഠിക്കണം. നമ്മുടെ ഒരു പർച്ചേസ് പോലും ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുടെ റവന്യൂ ആണ്, ഒരു ജോലിക്കാരന്റെ സാലറിയാണ്, ഒരു കുടുംബത്തിന്റെ ജീവിതമാണ് എന്നുള്ളത് മറക്കരുത്. രണ്ടാമത്തേത്, ജോലി തേടുന്നവർ മാത്രം ഉണ്ടായാൽ പോരാ, ജോലി സൃഷ്ടിക്കുന്ന ആൾക്കാരും വേണം. എല്ലാവരും എന്റർപ്രണർ ആവണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ എല്ലാവരും ബിസിനസ്മാൻ ആവണം എന്നുള്ളതല്ല. പക്ഷെ ഒരു ചെറിയ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റ് എൻകറേജ് ചെയ്യുക. അതുപോലെ ഫോറിൻ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം ഇന്ത്യയിൽ ഓൺ ചെയ്തിട്ടുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളായ റിലയൻസ് റീറ്റെയിൽ, ടാറ്റ ക്ലിക്ക്, മീഷോ, നൈക്ക, ഫസ്റ്റ്ക്രൈ, ബിഗ് ബാസ്ക്കറ്റ് പോലെയുള്ള സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റു കൺട്രികളുടെ പ്രൊഡക്റ്റിന്റെ ഉപയോഗം കുറയുകയും നമ്മുടെ രൂപയുടെ മൂല്യം കൂടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇന്ത്യയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വർദ്ധിക്കും. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരും ടാക്സിനെ ഒരു ശത്രുവായാണ് കാണുന്നത്. അങ്ങനെ ചെയ്യുന്നത് നിർത്തണം. ടാക്സിലൂടെ മാത്രമേ നമുക്ക് ഈ കാണുന്ന ആശുപത്രി, ഇൻഫ്രാസ്ട്രക്ചർ, പ്രതിരോധം എന്നുള്ള എല്ലാ കാര്യങ്ങളും, റോഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതൊരു കളിയാക്കൽ കൊണ്ടോ വിരോധ പോസ്റ്റുകൾ കൊണ്ടോ ടാക്സ് ഇവേഷൻ കൊണ്ടോ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോപ്പുലേഷൻ നമ്മുടെ സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ സ്കിൽഡ് പോപ്പുലേഷൻ നമ്മുടെ സൂപ്പർ പവർ ആണ് എന്നുള്ളത് ആരും മറക്കരുത്. എല്ലാവരും ഓരോ വർഷം അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു സ്കില്ല് സെപ്പറേറ്റ്ലി സ്പെസിഫിക്കലി ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം. അത് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ. അങ്ങനെ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മുടെ സ്കിൽ സെറ്റ് ഗ്രോ ആയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോപ്പുലേഷനെ തടുത്തു നിർത്താൻ മറ്റാർക്കും കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഇനി ഗവൺമെന്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആക്കണം. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ടാക്സ് പേ ചെയ്യുന്നവന് ഈ ഫണ്ട് ഗവൺമെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിയുന്നില്ല. അതിലൊരു ട്രാൻസ്പെറൻസി കൃത്യമായി കൊണ്ടുവരണം. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഫുഡ്, ചോക്ലേറ്റ്, കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിൽ മലിനകരമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കുന്ന കണ്ടന്റുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ മറ്റു രാജ്യക്കാരെ പോലെ നിയമം ഇറക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇന്ത്യൻ പ്രൊഡക്റ്റ് കൂടുതലായി ഇവിടുത്തെ ജനങ്ങൾ വാങ്ങി വിദേശ പ്രൊഡക്റ്റുകളെ ബാൻ ചെയ്യാൻ മെല്ലെ മെല്ലെ തുടങ്ങുള്ളൂ. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഉദാഹരണത്തിലൂടെ മാത്രമേ എനിക്ക് വ്യക്തമാക്കാൻ പറ്റുള്ളൂ. നോക്കൂ, തായ്വാൻ എന്നൊരു ചെറിയ ദ്വീപ സമൂഹമുണ്ട്. ഇന്ന് ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ചിപ്പ് മാനുഫാക്ചറിങ് കൺട്രിയായി അവര് വളർന്നുവെങ്കിൽ അതിന് കാരണം TSMC എന്നുള്ളൊരു ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാൻ ഗവൺമെന്റ് എല്ലാ സാഹചര്യങ്ങളും ഫണ്ടും ഒരുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, അവിടുത്തെ ഗവൺമെന്റ് ആ കമ്പനിയിലേക്ക് നേരിട്ട് 12 മണിക്കൂറും 24 മണിക്കൂറും എപ്പോ വിളിച്ചാലും കമ്പനിയിലേക്ക് വന്ന് ജോലി ചെയ്തോളാം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഇനി രാജ്യസ്നേഹം പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റുന്നതിനും കമന്റ് വാർ ജയിക്കുന്നതിനും മാത്രമല്ല, നമ്മുടെ ഡെയിലി ഡിസിഷൻസ് ഇന്ത്യയെ ശക്തമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിലാണ്. 147 കോടി ആളുകൾ ഒരേ ഡയറക്ഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെയ്താൽ ഇന്ത്യയെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു സോ മച്ച്.